നമസ്കാരം കുഞ്ഞോളെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സോളിൻ്റെ കൊയാഗുലേഷൻ, ഗോൾഡ് നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് കൊളോയിഡൽ സിസ്റ്റത്തിൽ പെട്ട ഒന്നാണ്. നമ്മൾ ആദ്യത്തെ കൊളോയിഡൽ പറയുന്ന സമയത്ത് കൊളോയിഡ്സ് ക്യാൻ ബി classified into 8 types based on the physical state of a dispersed phase and a dispersion medium എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ആ 8 പെട്ടതാണ് ഇമൾഷൻ. എന്നാണ് ഇമൾഷൻ. ആ ഇമൾഷനെ കുറിച്ചിട്ടാണ് കുഞ്ഞോളെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ കുറച്ച് മാത്രമേ പറയാനുള്ളൂ, നന്നായി ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ് ഇമൾഷൻ. എന്താണ് ഇമൾഷൻ എന്ന് ഓർമ്മയിൽ നിന്ന് കൊണ്ടുപോവാ. എന്താണ്? It is a colloidal system in which the dispersed phase and dispersion medium രണ്ട് പേരും എന്താണ്? ലിക്വിഡ് ആണ്, അല്ലേ? Dispersed phase is liquid and dispersion medium is liquid. രണ്ട് പേരും ലിക്വിഡ് ആണ്, dispersion medium ലിക്വിഡ് ആണ്. അതായത് liquid is dispersed in liquid, liquid is dispersed in liquids, liquid is dispersed in liquids. Okay, അപ്പോൾ ഇതാണ് ഇമൾഷൻ. ഈ ഇമൾഷൻ രണ്ട് ടൈപ്പിലുണ്ട്. കേൾക്കണേ, ഇമൾഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ. എന്നാണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൾഷൻ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് അങ്ങനെ നമ്മൾ ഇങ്ങനെ കാണിക്കും, OW, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. രണ്ട് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. ഓക്കെ, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. എന്താണ് ഈ സംഗതി നമുക്ക് നോക്കാം. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ oil is dispersed in water. That means dispersed phase is oil and the dispersion medium is water. Here water is the dispersed phase and oil is the dispersion medium. Here oil is dispersed in water, which means the dispersed phase oil is dispersed in the dispersion medium water. Here the dispersed phase water is dispersed in the dispersion medium oil. ഓയിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞോളെ നിങ്ങൾ എണ്ണ എന്ന് തന്നെ വിചാരിക്കണ്ട. വെള്ളത്തിൽ മിസിബിൾ അല്ലാത്ത, വെള്ളത്തിൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള എന്തിനേയും നമ്മൾ, ഇമ്മിസിബിൾ ആയിട്ടുള്ള ഏത് ലിക്വിഡിനെയും നമ്മൾ ഓയിൽ എന്ന് പറയും. വെള്ളത്തിൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള, ഇമ്മിസിബിൾ അറിയില്ല, ഇമ്മിസിബിൾ ആയിട്ടുള്ള, വെള്ളത്തിൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള ഏത് ലിക്വിഡും അത് ഓയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് എക്സാമ്പിൾ, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിന് എക്സാമ്പിൾ ആണ് മിൽക്ക്. മിൽക്ക്, മിൽക്കിൽ എന്താ സംഭവം? ലിക്വിഡ് ഫാറ്റ് is dispersed in water. Okay, here liquid fat is dispersed in water, dispersed in water. ആ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന് എക്സാമ്പിൾ ആണ് ബട്ടർ, ബട്ടർ, ഐസ്ക്രീം. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ടൈപ്പിലുള്ള ഇമൾഷൻസ്. ഇനി ഒരു ഇമൾഷൻ തന്നു കഴിഞ്ഞാൽ അത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണോ അല്ല ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതിനൊരു ചെക്ക് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. അതിന്റെ പേരാണ് ഡൈല്യൂഷൻ ടെസ്റ്റ്. ഡൈല്യൂഷൻ ടെസ്റ്റ്. ഓക്കെ, ഡൈല്യൂഷൻ ടെസ്റ്റ് എന്ത് ചെയ്യാറിയാവോ? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇമൾഷനിലേക്ക് വെള്ളം ആഡ് ചെയ്യുക, വെള്ളം ഒഴിക്കുക. അതായത് നിങ്ങൾ ഇതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇമൾഷൻ ഡൈല്യൂട്ട് ആക്കപ്പെടുന്നു. അതായത് രണ്ട് സെപ്പറേറ്റ് ലെയറുകൾ ഫോം ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പിക്കാം ആ ഇമൾഷനിലെ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണ്. അതായത് അത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ പാലിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഡൈല്യൂട്ട് ആയി കൊണ്ടുവരാണ്, അല്ലാതെ വെള്ളവും പാലും വേറെ വേറെ ലെയർ ആയിട്ട് നിൽക്കൂല.
അപ്പോൾ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളം ആ ഇമൾഷനെ, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് അല്ല, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണെങ്കിൽ, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളം ആ ഇമൾഷനെ എന്താവും, ഡൈല്യൂട്ട് ചെയ്യും. അത് വേറെ സെപ്പറേറ്റ് ലെയർ ആയിട്ട് നിൽക്കില്ല. ഓക്കെ. അപ്പോൾ അതേസമയം നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളം വേറെ തന്നെ ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഡൈല്യൂഷന്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളം വേറെ തന്നെ ഒരു ലെയർ ആയിട്ട്, സെപ്പറേറ്റ് ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ ഇമൾഷനിലെ ഡിസ്പേർഷൻ മീഡിയം അത് വാട്ടർ അല്ല, അത് ഓയിലാണ്. ഓക്കെ, ഡിസ്പേർഷൻ മീഡിയം ഓയിലാണ്. അപ്പോൾ ആ ഡൈല്യൂഷന്റെ സമയത്ത് സെപ്പറേറ്റ് ലെയർ ആയിട്ട് നിൽക്കുന്നോ അല്ല ഡൈല്യൂഷൻ നടക്കുന്നോ എന്ന് നോക്കിയാൽ മതി. ഇതാണ് ഡൈല്യൂഷൻ ടെസ്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഈ ഇമൾഷൻ എങ്ങനെ ഉണ്ടാക്കാം? ഒരു ഓയിൽ എടുത്തിട്ട് പിന്നെ ഡിസ്പേർഷൻ മീഡിയത്തിൽ, അതായത് വെള്ളത്തിൽ കലക്കിയാൽ, വെള്ളത്തിലിട്ടിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തു, വെള്ളത്തിലിട്ട് ഷെയ്ക്ക് ചെയ്തു, ആ സമയത്ത് അതൊന്ന് മിസിബിളോ. ഓയിൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ലെയർ ആയിട്ട് നിൽക്കുന്നല്ലാതെ അത് ഒന്ന് മറ്റൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യൂല. നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്താലുണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കുക, വെള്ളത്തിലേക്ക് ഓയിൽ ഒഴിക്കുക, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുക, അതായത് മിസിബിൾ അല്ലാത്ത ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യും. പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് എന്താ പറയുക, ഇത് സ്റ്റഡി ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് വെക്കുമ്പോൾ രണ്ട് ലെയർ ആയിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തിട്ട് ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെ കൂടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ ഇമൾഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രിപ്പയർ ആൻ ഇമൾഷൻ. അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേർഷൻ മീഡിയത്തിൽ ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാമതൊരു റിയേജൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഒരു തേർഡ് ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദാറ്റ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് which is used to stabilize the emulsion is called an emulsifier. Now, emulsifier or emulsifying agent. Now, emulsifying agent. അപ്പോൾ ഇമൾസിഫൈങ് ഏജന്റിന്റെ പ്രസൻസിൽ ലിക്വിഡ് ആകുന്ന ഡിസ്പേർഷൻ മീഡിയം, ലിക്വിഡ് ആകുന്ന ഡിസ്പേർഷൻ മീഡിയത്തിൽ ലിക്വിഡ് ആകുന്ന ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഇമൾഷൻ ഉണ്ടാകും. ആ പ്രോസസ്സിന്റെ പേരാണ്, ഇമൾഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് ഇമൾസിഫിക്കേഷൻ. അപ്പൊ ഈ ഇമൾസിഫയറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സോപ്പ് ഓർ ഡിറ്റർജന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്ലീൻസിങ് ആക്ഷനിൽ പറഞ്ഞു. എന്താണ്, സാധാരണ രീതിയിൽ ഒരു ഗ്രീസ് അല്ലെങ്കിൽ ഓയിലായിട്ടുള്ള എന്തെങ്കിലും ഡേർട്ടി സബ്സ്റ്റൻസ് വസ്ത്രങ്ങളിൽ ഉണ്ടെങ്കിൽ വെള്ളത്തിന് ഡയറക്റ്റ് ആയിട്ട് അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദി ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ദി വാട്ടർ ആൻഡ് ദിസ് ഓയിൽ, അല്ലെ, ഈ ഓയിൽ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യൂല, ഇന്ററാക്ഷൻ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സോപ്പ് ആഡ് ചെയ്യുന്നു. സോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷനിൽ ക്രാഫ്റ്റ് ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നു, മൈസൽ ഫോം ചെയ്യുന്നു. അത് ഇതിനെ ട്രാപ്പ് ചെയ്യുന്നു, അതിനെ ഇളക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നു. അപ്പൊ വെള്ളത്തിനും അതേപോലെ ഗ്രീസിനും ഇടയ്ക്കുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറച്ചിട്ട് ലിക്വിഡ് ആകുന്ന ഗ്രീസിനെ അല്ലെങ്കിൽ ഓയിലിനെ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഇമൾഷൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് അവിടെ സോപ്പാണ്. ദാറ്റ് മീൻസ് സോപ്പ് ഈസ് ആൻ ഇമൾസിഫൈങ് ഏജന്റ് ഓർ ഇമൾസിഫയർ. ഓക്കെ, അപ്പൊ എന്താണ് ഇമൾസിഫയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് റെഡ്യൂസ് the interfacial tension between the dispersed phase and the dispersion medium. That means it increases the affinity between dispersed phase and the dispersion medium. സാധാരണ രീതിയിൽ ആ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവുന്നില്ല, അഫിനിറ്റി ഇല്ല, അതുകൊണ്ട് ഡിസ്പേർഷൻ നടക്കുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂട്ടുന്നു. എങ്ങനെ, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, പാസീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ എന്താണ് ഇമൾസിഫയർ, എന്താണ് ഇമൾസിഫിക്കേഷൻ എന്ന് ക്ലിയർ അല്ലേ? പാല് മിൽക്കിലുള്ള ഇമൾസിഫയർ ആണ് ആൽബുമിൻ ആൻഡ് കേസിൻ, നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഇമൾഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയും പറ്റും.
ആ പ്രോസസ്സിന്റെ പേരാണ്, അതായത് ഇമൾഷനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, separating into its constituent materials, that is the dispersed phase and the dispersion medium, and that process is called demulsification. Demulsification പല രീതിയിൽ ചെയ്യാം, ഒരുപാട് മെത്തേഡ് ഉണ്ട്. ചൂടാക്കിയിട്ട് ചെയ്യുന്നതുണ്ട്, തണുപ്പിച്ചിട്ട് ചെയ്യുന്നതുണ്ട്. ഓക്കെ, വേറെ മെത്തേഡുകളുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ഈ മിൽക്കിൽ നിന്ന് ക്രീം ആൻഡ് എന്താ പറയാ പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിന്റെ പേര് എന്താ? സെൻട്രിഫ്യൂഗേഷൻ. Centrifugation. So centrifugation is one of the method used for the demulsification. Okay അല്ലേ? അപ്പൊ ഇത്രയാണ് ഇമൾഷൻ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇമൾഷൻ? രണ്ട് ടൈപ്പിലുള്ള ഇമൾഷൻ, അതിന് എക്സാമ്പിൾ, ആ രണ്ട് ടൈപ്പിലുള്ള ഇമൾഷനെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് ഇമൾസിഫിക്കേഷൻ പ്രോസസ്സ്, അതില് പിന്നെ ഇമൾഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമൾസിഫയർ ഓർ ഇമൾസിഫയിങ് ഏജന്റ്, ഇമൾഷനിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആയിട്ടുള്ള ഡീമൾസിഫിക്കേഷൻ. ഓക്കെ അല്ലേ?